ഇന്ന് ഞാനൊരു സംഭവം ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ടു. അത് വർക്കാകുമോ ഇല്ലയോ എന്നാണ് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേർ വീട്ടിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും, അവർക്കൊരു പരിപാടിയുണ്ട്, ഈ ഭിത്തിയിൽ കുത്തി വരയ്ക്കുക എന്ന് പറയുന്നത്. പേനയാകട്ടെ അവരുടെ കയ്യിൽ എന്ത് സംഭവം കിട്ടിയാലും അവർ ഈ ഭിത്തിയിൽ അത് വരച്ചു വെക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊക്കെ അത് കുഴപ്പമില്ല, പക്ഷെ അത് ഭയങ്കരമായിട്ടാകുമ്പോൾ കുറച്ച് വൃത്തികേടാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് മായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഞാനൊരു വീഡിയോയ്ക്കകത്ത് കണ്ടു. അത് വർക്കാകുമോ ഇല്ലയോ, എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് എൻ്റെ കൊച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒന്ന് മായ്ക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം എടുത്തു കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഇനി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇതുപോലത്തെ പാത്രം കഴുകുന്ന ഈ ഒരു സംഭവമില്ലേ, അപ്പോൾ ഇത് നമ്മൾ എടുക്കുക. ഇത് ഞാൻ ആദ്യം എടുത്തപ്പം ഇത് ഓൾറെഡി അമ്മ കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു, അതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാത്ത സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരിയും ഞാൻ എടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരേ അളവിൽ ഒഴിച്ച് മിക്സ് ആക്കുക. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചൊഴിച്ചു, ആവശ്യത്തിന് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ കൊച്ച് ഭിത്തിയിൽ ഒപ്പിച്ച് വെച്ചേക്കുന്ന സംഭവങ്ങൾ എന്നൊക്കെയാണ്. അപ്പം ഇത് ഞാൻ കുറച്ചൊഴിച്ചു, ഇനി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുവാണ് കേട്ടോ. അപ്പം ആദ്യം ഒഴിച്ചപ്പോൾ എനിക്ക് വിനാഗിരി കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നി, പക്ഷേ രണ്ടാമത് ഒഴിച്ചപ്പം കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മുടെ പാത്രം കഴുകുന്ന സംഭവം വീണ്ടും ഒന്നും കൂടെ കുറച്ചും കൂടി ഒഴിക്കുക കേട്ടോ. അങ്ങനെ ഒഴിച്ചിട്ടാണെങ്കിൽ ഇതാ നമ്മുടെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ നല്ലോണം മിക്സ് ആക്കുക. അതിനകത്ത് പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന പഴയ ഒരു ബ്രഷ് ഒക്കെ വെച്ച് ഇങ്ങനെ മിക്സ് ആക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാനും ഒരു പഴയ ബ്രഷൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇത് രണ്ടും കൂടെ അടിപൊളിയായിട്ട് മിക്സാക്കി കേട്ടോ. അപ്പം നമുക്കിത് ആകുമോ, ഞാനിത് ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഇതാക്കുന്നത് കേട്ടോ. കാരണം അതിനകത്ത് അവരുടെ മൊത്തം ഇങ്ങനെ മായ്ഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പം ഇതും പോകുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മൊത്തം വരച്ചു വെച്ചിട്ടുണ്ട് അവൻ. അതായത് അധികം ഞങ്ങൾ ഇവൻ്റെ പെന്നൊന്നും കൊടുക്കുന്നൊന്നുമില്ല, പക്ഷേ ഇവൻ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇത് എടുത്തുകൊണ്ട് വന്ന് ഇവൻ ആരും കാണാതെ ഒപ്പിച്ച് വെക്കുന്ന പരിപാടിയാണ് ഇത്. പിന്നെയാണെങ്കിൽ അവന് ഇപ്പോൾ പെന്ന് കിട്ടിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്നറിയോ, തീക്കൊള്ളി എടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ച് ഭിത്തിയിൽ വരച്ചിട്ടുള്ള അങ്ങനത്തെ സംഭവം വരെ ഉണ്ട്. തീക്കൊള്ളി കൊണ്ടാക്കുന്നതിനെ കരിയത് നമുക്ക് എന്താണ് വെള്ളം വെച്ച് തുടച്ചാൽ പോകുമെന്ന് വിചാരിക്കാം, പക്ഷേ ഇത് പോകത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ ഇത് ഈ ഒരു സംഭവം നമ്മളെ ആ ഒരു പേനയും കൊണ്ട് കുത്തി വരച്ച ആ സംഭവത്തിനകത്തോട്ട് തേച്ച് പിടിപ്പിക്കുക. അതാണ് ഇനി അടുത്ത ടാസ്ക്. അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി തുടങ്ങുവാണ്. അപ്പോൾ ഈ ഒരു തേക്കലും ഒരു ഇച്ചിരി പണിയാണ് കേട്ടോ. കാരണം ഇത് കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം മൊത്തത്തിൽ. അമ്മ വന്നിട്ട് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്തെന്നാ നീ കാണിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ നടക്കുമോ ഇന്ന് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നടക്കാം. അതിനകത്താണെങ്കിൽ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്, നമുക്ക് നോക്കാമല്ലോ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ, ഞാൻ ഈ കാണിക്കുന്ന കാട്ടായൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതെനിക്ക് കുറേ സമയം എടുത്തു കേട്ടോ ഇതൊന്ന് തേച്ച് വരാൻ വേണ്ടിയിട്ട്. അവനിങ്ങനെ നീട്ടത്തിൽ ഭയങ്കരമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ ക്യാമറയിൽ അധികം മനസ്സിലാവുന്നില്ല കറക്റ്റ്. അപ്പോൾ അത് എന്താണ്, ഇതൊരു ചെറിയൊരു വരയല്ലേ, അപ്പോൾ അത് മനസ്സിലാണെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇത് എന്താണ് മൊത്തത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു 20 മിനിറ്റ് എടുത്തു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എല്ലായിടത്തും എത്തിയില്ലെങ്കിൽ ഇനിയിപ്പോൾ അത് മായാണ്ട് പോയാലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ കുറേ സമയമെടുത്ത് ആണ് ഇത് മൊത്തം ഈ ഒരു സംഭവം ഇതിനകത്തോട്ട് ഇങ്ങനെ ബ്രഷും കൊണ്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇനി എന്നാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നനഞ്ഞ തുണി എടുക്കുക. എന്നിട്ട് ഇത് ഏകദേശം നല്ലോണം ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഈ ഒരു നനഞ്ഞ തുണി വെച്ച് ഇത് മൊത്തം തുടച്ച് കളയുക. അപ്പം ഞാൻ ഭയങ്കര ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുവാണ് ഇത് പോകില്ലയോ എന്ന്. പക്ഷേ എന്ത് പറയാൻ, ഒരു സംഭവം നടന്നില്ല, ഇതൊന്നും പോയില്ല കേട്ടോ. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെയായിരുന്നു. കാരണം ആ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ നന്നായിട്ട് പോയി, മൊത്തം പോയി അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പം ഞാൻ ചെയ്ത വല്ല സ്റ്റെപ്പും തെറ്റിയോ അതോ വേറെ വല്ല സംഭവമാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പക്ഷേ ഒന്നും പോയില്ല കേട്ടോ. വെറുതെ അത്രയും നേരം കഷ്ടപ്പെട്ട്
മറ്റേ സംഭവം മൊത്തം തേച്ച് പിടിപ്പിച്ച് അതിന് ഏകദേശം ഒരു 10-20 അരമണിക്കൂറിനടുത്തെത്തി. ഞാൻ ശരിക്കും വിചാരിച്ചത് ഇത് എന്താണ് എന്താ ഇത് റിസൾട്ട് അടിപൊളിയായിരിക്കും എന്നാണ് വിചാരിച്ചത് കേട്ടോ. കാരണം ആ വീഡിയോയിൽ അത്ര അടിപൊളിയായിട്ടായിരുന്നു കാണിച്ചത്. പക്ഷേ എൻ്റെ ഒരു സംഭവവും പോയിട്ടില്ല. കുറച്ച് ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു മങ്ങിയ പോലെയായി. ആ ഒരു നേരത്തെ പെന്നും കൊണ്ട് വരച്ച ആ ഒരു പാട് കുറച്ചൊരു മങ്ങിയ പോലെ ആയി എന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മയും എൻ്റെ ഒരു ഇതിൽ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ രണ്ടും പൂരം ചിരിയായിരുന്നു കേട്ടോ. എല്ലാവരും കണ്ടല്ലോ നമ്മുടെ സംഭവം പേനയും കൊണ്ട് വരച്ചതൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചൊരു ചില സ്ഥലങ്ങളിൽ കുറച്ചൊരു മങ്ങിയ പോലെ ഉണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ ഒട്ടും പോയിട്ടില്ല, ഒട്ടും വർക്കായില്ല അങ്ങോട്ട്. അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം അമ്മ എന്നോട് ഇങ്ങനെ ചോദിച്ചു, നീ എന്നാ കാണിക്കാൻ പോവാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ആക്സിൽ പേന കൊണ്ട് ഭിത്തി വരച്ചത് വായിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോക്കകത്ത് കണ്ടു, അത് വർക്കാകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ വേഗം പോയി നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോയതാണ്. അപ്പം ഞാനിതൊക്കെ ചെയ്യുന്ന അമ്മ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് അമ്മ ഭയങ്കര ആകാംക്ഷയോട് ഓടി വന്ന് ചോദിച്ചു, പോയോ എന്ന്. ഞാൻ പറഞ്ഞു പോയില്ല. അപ്പം ചിലരുടെ ശരിയാകും, ചിലരുടെ ശരിയാകൂലായിരിക്കും. അങ്ങനെ ആയിരിക്കാം ചിലപ്പം, എനിക്കറിയത്തില്ല. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.